ഇന്നോവ ക്രിസ്റ്റ. ഇത് ഞാൻ ഇഷ്ടപ്പെടാനായിട്ട് 3-4 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ വണ്ടി വഴി കിടക്കില്ല. ഇത് വഴി കിടക്കുന്ന 2 ചാൻസസേ ഉള്ളൂ. ഒന്നല്ല ടയർ പഞ്ചറാകണം, 2 ഡീസൽ തീരണം. ഇതല്ലാണ്ട് ഈ സാധനം വഴി കിടക്കില്ല. പല യൂറോപ്യൻ കാറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABS സെൻസർ, പലതരത്തിലുള്ള സെൻസറുകൾ അടിച്ചു പോവുക. സെൻസർ പോയി കഴിയുന്നിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗ് ടൈറ്റ് ആകും. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് വണ്ടിക്ക്. അങ്ങനെ ഒരു പ്രശ്നവും ഇന്നോവ എന്ന് പറഞ്ഞ വാഹനത്തിന് ഉണ്ടായില്ല. പിന്നെ അത്യാവശ്യം നല്ല മൈലേജ്. പിന്നെ ഇതിൻ്റെ റൂം സ്പേസ് ഭയങ്കര വലുതാണ്. കാരണം ഇതിനകത്ത് ഇഷ്ടംപോലെ ഓക്സിജൻ, അതായത് നല്ല ഒരു റൂം ഏരിയയാണ്. ഒരുപാട് ഓക്സിജൻ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ബാലൻസിങ് അസാധ്യമാണ്. ഇതിൻ്റെ ആ ഒരു ബേസ് അല്ലെങ്കിൽ ഇതിൻ്റെ പറയുന്നത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര ഗ്രേറ്റ് എൻജിനീയറിംഗ് എന്ന് തന്നെ പറയാം. പിന്നെ 1000-1500 RPM തന്നെ 10-60 കിലോമീറ്റർ സ്പീഡിലോടുക. 2800 cc എഞ്ചിനാണ്. അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിനാണ്. എങ്കിൽ പോലും ഒരു 11-12 കിലോമീറ്റർ മൈലേജ് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റഡി ആയിട്ടുള്ള സ്റ്റിയറിങ്, വളരെ ആക്യുറേറ്റുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ അടിപൊളി ബ്രേക്കിങ്, നമ്മുടെ കാലയിൽ നിൽക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വണ്ടി നിൽക്കും. അതൊക്കെയാണ് ഈ ഒരു ടൊയോട്ടയുടെ പ്രത്യേകതകൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ഇന്നോവ ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സെക്കൻഡ് ഹാൻഡ് ഇന്നോവയാണ്, 2017 മോഡലാണ്. എങ്കിൽ പോലും എന്താ ഇതിൻ്റെ ഒരു പെർഫോമൻസ്. ഇനി ഞാൻ അടുത്തത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതും ടൊയോട്ടയുടെ തന്നെ വാഹനങ്ങളാണ്. ലാൻഡ് ക്രൂസറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൈലക്സ് അല്ലെങ്കിൽ ഫോർച്യൂണർ, ഇതൊക്കെ നല്ല വണ്ടികളാണ്, അവരുടെ ഓൺ വണ്ടികളാണ് ഇതെല്ലാം. അപ്പോൾ ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ലൈഫിൽ ഒരു അസറ്റായിട്ട് തന്നെ കിടക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.